ഹലോ നമസ്കാരം. ഞാനിന്ന് ഡോക്ടർ മറീനയാണ്. ഞാനിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് PCOD പറ്റിയാണ്. എന്താണ് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്? നമ്മുടെ നാട്ടിലിപ്പോൾ വളരെ കോമൺ ആയിട്ട് വളരെ അധികം കണ്ടുവരുന്നുണ്ട്. ടീനേജേഴ്സിലും റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലും ഒക്കെ നല്ല രീതിയിൽ കണ്ടുവരുന്നുണ്ട്. സോ പോളിസിസ്റ്റിക് ഒവറി എന്ന് പറഞ്ഞാൽ അതൊരു ഹോർമോൺ ഇംബാലൻസ് ആണ്. നമ്മൾക്ക് പീരീഡ് ആവുന്നത്, റെഗുലറായിട്ട് ഓവുലേഷൻ നടക്കുന്നത്, കുട്ടികളുണ്ടാവുന്നത്, പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഇതെല്ലാം നമ്മുടെ ദേഹത്തുള്ള ഹോർമോൺസ് ആണ്. ഓവറിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, പിന്നെ FSH, LH, തൈറോയിഡ്, ഈ വക ഹോർമോൺസ് ആണ് നമ്മളുടെ മെറ്റബോളിസം പ്രോപ്പറായിട്ട് എല്ലാം കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഇംബാലൻസ് വരുമ്പോഴാണ് PCODയുടെ പ്രോബ്ലംസ് വരുന്നത്. ഒന്നില്ലെങ്കിൽ ഇറഗുലർ പീരീഡ്സ് ആവാം, വെയിറ്റ് ഗെയിൻ വരാം, താടിയിലൊക്കെ രോമം പോലെ വരാം, ഹെയർ ഫോൾ വരാം, ആക്നി വരാം. ഇതൊക്കെയാണ് PCODയുടെ സിംറ്റംസ് ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹൈറ്റ് അനുസരിച്ചുള്ള വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. റെഗുലർ എക്സസൈസ്, കംപ്ലീറ്റ് ബാലൻസ് ഡയറ്റ്. നമ്മൾ കെയർഫുള്ളായിട്ട് ഡയറ്റിൽ കൂടുതൽ പച്ചക്കറികളും ഹൈ ഫൈബർ പച്ചക്കറികളും ഫ്രൂട്ട്സും ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. രാത്രി ഭക്ഷണം കുറച്ച് നേരത്തെ, ഒരു 6-6:30 ആകുമ്പോൾ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൊണ്ടാണ് നമുക്കിത് ഏറ്റവും കൂടുതൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ ഒപ്പം ചില സമയത്ത് മെഡിക്കേഷൻസും വേണ്ടി വരാറുണ്ട്. ടേക്ക് കെയർ.